കടന്നു വന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് ധന്യ തിരുനാമം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടട്ടെ. ഈ അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസം വചന ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുമ്പോൾ ആ വായനയിൽ സ്ട്രൈക്ക് ചെയ്ത ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ച്ച് വളരെ വേഗത്തിൽ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 91 കാണാതെ അറിയാത്ത ഒരാൾ പോലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. ഭയം ഉള്ളപ്പോൾ മാത്രം നമ്മൾ എടുത്തുപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് ഇതിനെ നമ്മൾ കണ്ടിരിക്കുന്നത്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മച്ചിമാരൊക്കെ ഈ അധ്യായം വായിച്ചിട്ട് തലയുടെ ഇടയിൽ ഈ സാധനം വെച്ചിട്ട് കിടന്നുറങ്ങും. ഇന്ന് നമ്മുടെ ഇടയിലും ആൾക്കാരുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് അത്രയ്ക്ക് ധൈര്യം പകരുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. ഇത് ആരെഴുതി എന്ന് ചോദിച്ചാൽ രണ്ട് തർക്കങ്ങൾ ഉണ്ട്. മോശയുടെയാണ് സങ്കീർത്തനമെന്ന് ഇതിന്റെ തലക്കെട്ടിൽ കാണാൻ കഴിയുന്നില്ല എങ്കിലും ഇതിന് മുമ്പുള്ള സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പശ്ചാത്തലങ്ങളും മുമ്പുള്ള വാക്യങ്ങളുമായിട്ട് ഒന്ന് തട്ടിച്ചു നോക്കിയാൽ നമുക്ക് മോശ എഴുതി എന്ന് നമുക്ക് നല്ല മേജർ പണ്ഡിതാക്കൾ വളരെയധികം അതിനെ അഭിപ്രായപ്പെടുന്നു. എന്നാൽ മറു സൈഡിൽ ദാവീദിന്റെ സങ്കീർത്തനമാണെന്നും പറയുന്നവർ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ രചയിതാവിനെ പറ്റി നമ്മൾ അധികം ഫോക്കസ് ചെയ്യാതെ ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തിയെയും അതിന്റെ ഘടനകളെയും നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 3-3.5 ആഴ്ചയോളം, ഏകദേശം ഒരു മാസത്തോളമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരൊക്കെയാണെന്ന്. അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആരൊക്കെയാണ്? നമ്മുടെ ചുറ്റുമുള്ള സർക്കിളിൽ എത്ര പേരുണ്ട്? നമ്മളെ അന്വേഷിക്കുന്നവർ എത്ര പേരുണ്ട്? നമുക്ക് ബന്ധക്കാരൊക്കെ ഒത്തിരി പേര് കാണും, അങ്ങനെ കിടക്കുന്ന ഒത്തിരി പേര് കാണും. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നവര് അതിന് എണ്ണത്തിനകത്ത് വളരെ ചുരുക്കം മാത്രമായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെയും മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി പോലും വിളിക്കാറ്, എന്നെ അമ്മാച്ചൻ വിളിക്കും, എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കും എന്തായി കാര്യങ്ങൾ, എന്താണ് അവിടുത്തെ സ്റ്റാറ്റസ്. ഞാൻ മമ്മിയോട് തമാശയ്ക്കാണ് പറഞ്ഞത്, മമ്മി അവളെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവരിലൊന്നുമല്ല നമ്മുടെ ആശ്രയമുള്ളത്. നമ്മൾ ആശ്രയിക്കുന്നത് ഇവരിലൊന്നുമല്ല. നമ്മുടെ ആശ്രയം, സങ്കീർത്തനക്കാരന്റെ ഒരു വലിയ വാക്യം ഇവിടെ ഞാൻ നിങ്ങൾ 1-ാം വാക്യത്തിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. അപ്പൊ അവിടെയാണ് നമുക്കൊന്ന് നിൽക്കാം. സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ രണ്ട് പ്രത്യേകതകൾ. ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ രണ്ട് പ്രത്യേകതകൾ. രണ്ട് പ്രത്യേകത എന്താ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. രണ്ട് പ്രത്യേകതകളുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവത്തിന് സങ്കീർത്തനക്കാരൻ ഉറച്ചു പറയുന്ന രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, അവൻ സർവശക്തനാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ സേവിക്കുന്ന കർത്താവ് സർവശക്തനാണ്. ഹല്ലേലൂയ. അവൻ സർവശക്തൻ മാത്രമല്ല, രണ്ടാമത്തെ കാര്യം, അത്യുന്നതൻ കൂടിയാണ്. അത്യുന്നതൻ കൂടിയാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഈ സങ്കീർത്തനം ആർക്ക് ആപ്ലിക്കബിൾ എന്നറിയാം? ഓക്കെ, ഞാൻ മറു ചോദ്യം ചോദിക്കാം. ഈ സങ്കീർത്തനം ആപ്ലിക്കബിൾ ആണോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന്? ഏതാണ് ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. ഈ സങ്കീർത്തനം നമുക്ക് ആപ്ലിക്കബിൾ ആണോ ഇന്ന്? ആപ്ലിക്കബിൾ ആണ്. പക്ഷെ ആർക്കാണ് ആപ്ലിക്കബിൾ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സങ്കീർത്തനം ഇന്ന് എടുത്തുകൊണ്ട് പോകാം. അത്യുന്നതന്റെ മറവിൽ നമ്മുടെ ദൈവത്തെ സങ്കീർത്തനക്കാരൻ ഉറച്ചു പറയുന്നു. ഞാൻ സേവിക്കുന്ന, എന്നെ വിളിച്ചൊരു കർത്താവുണ്ട്, മോശയെ വിളിച്ചിറക്കിയ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് രണ്ട് പ്രത്യേകത അല്ല, അത് ലിമിറ്റ് ചെയ്യല്ല, രണ്ട് പ്രത്യേകത. ആ രണ്ട് പ്രത്യേകതയിൽ എല്ലാം ഉണ്ട്. അവൻ സർവശക്തനാണ്, അവൻ അത്യുന്നതനാണ്. ആമേൻ. നാം സേവിക്കുന്ന ദൈവം. ഇപ്പോ നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ഫോളോവർ ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ വസിക്കുന്നത് കുറച്ച് നമ്മൾ വിസിറ്റേഴ്സ് ആണ് പലപ്പോഴും, അല്ലേ? എന്നെ സംബന്ധിച്ച് എന്നോട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോടായിരിക്കും ആ ചോദ്യം, പക്ഷെ എന്നോട് തന്നെ ചോദിക്കുക. നമ്മൾ പലപ്പോഴും കർത്താവിനെ വിസിറ്റ് ചെയ്യുന്നവരാ. എപ്പോഴൊക്കെയാ വിസിറ്റ് ചെയ്യുന്നത്? ആവശ്യങ്ങൾ എപ്പോൾ നമ്മുടെ മുമ്പിലെത്തുന്നോ, ആവശ്യങ്ങൾ എപ്പോ നമ്മുടെ ഉള്ളിലെത്തുന്നോ, നമ്മുടെ മുമ്പിൽ ഒരു പ്രതികൂലങ്ങൾ എത്തുന്നോ,
നമ്മുടെ മുമ്പിൽ ഒരു തടസ്സങ്ങൾ എത്തുന്നു, നമ്മുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കുഴഞ്ഞു മറിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ എന്തെടുക്കും? ബൈബിൾ എടുക്കും, നമ്മൾ ദൈവത്തെ വിളിക്കും. പക്ഷെ സങ്കീർത്തനക്കാരൻ അതല്ല പറയുന്നത്. നമ്മളൊരു വിസിറ്റർ അല്ല, നമ്മളൊരു അവനിൽ വസിക്കാൻ, അവനിൽ മറയാൻ ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അവനിൽ മറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ പ്രയോജനം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനക്കാരൻ 27:4 ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നു. എന്താ ആഗ്രഹിക്കുന്നേ? യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. പക്ഷെ ഈ സങ്കീർത്തനക്കാരൻ ഓൾറെഡി മനോഹരത്വം കണ്ടതാ. വിളിച്ചിറക്കിയ ദൈവത്തിന്റെ മനോഹരത്വം കണ്ടിട്ടാണ് ഈ സങ്കീർത്തനക്കാരൻ എഴുതുന്നത് തന്നെ. ദാവീദ് ഇവിടെ പറയുന്നത്, എനിക്ക് അവന്റെ മനോഹരത്വം ഒന്ന് കാണണം. പിന്നെ എന്താ ചെയ്യണ്ടേ? അവന്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിക്കണം. എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. സോ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു 2 കാര്യങ്ങൾ. നമ്മുടെ ദൈവം അത്യുന്നതനാണ്, നമ്മുടെ ദൈവം സർവശക്തനാണ്, അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എന്റെ ദൈവത്താൽ അസാധ്യമെന്ന് നമ്മളുടെ ഹൃദയത്തിൽ തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം അത്യുന്നതനാണ്, സർവശക്തനെന്നാണെന്ന് ഉറച്ചു പറഞ്ഞിട്ടേ ഇന്ന് ഇവിടുന്ന് പോകാവൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിഴലിൽ മറയുക എന്ന്. നിഴൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുകയും. ഇപ്പൊ ഒരു റിയാലിറ്റി പറഞ്ഞാൽ നിഴലിന്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം? നിഴലിന്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വളരെ ക്ലോസ് ആയിരിക്കണം. ഈ നിഴലിന്റെ തണൽ നമുക്ക് കിട്ടണമെങ്കിൽ, ആ നിഴൽ നമ്മുടെ മേൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ നിഴലിനോട് എന്തായിരിക്കണം? ചേർന്ന് നിൽക്കണം, വളരെ ക്ലോസ് ആണ്. ദാറ്റ്സ് എ ഫിസിക്കൽ റിയാലിറ്റി. അപ്പോ ഇന്ന് പകൽ ആരെങ്കിലും ഈ നിഴലിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ബൈബിൾ വാക്യങ്ങൾ നമുക്ക് എടുത്തുപയോഗിക്കാൻ പലപ്പോഴും കഴിയാതെ വരും. ഇന്ന് പകൽക്കാലം ദൈവവും എന്നോടും നിങ്ങളോടും ഒരുപോലെ പരിശുദ്ധാത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ മറവിലേക്കും ദൈവത്തിന്റെ നിഴലിലേക്കും നമ്മൾ അടുത്തു വരിക. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവ് അത്യുന്നതനും അവൻ സർവശക്തനുമാണെന്ന് നമുക്ക് ഉറച്ചു പറയുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കാണാൻ കഴിയും, പുറപ്പാട് പുസ്തകം 33-ാമത്തെ അധ്യായം വളരെ വളരെ പ്രചോദനം തരുന്ന ഒരു വാക്യമാണ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയുന്ന 18-22 ഒന്ന് വായിക്കാൻ പറ്റുമോ? 18-22. ഇത് സന്ദർഭം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. നിന്റെ തേജസ്, ആരുടെ തേജസ്സാ കാണണമെന്ന് പറയുന്നേ? യഹോവയുടെ തേജസ്. സർവ്വ സൃഷ്ടികളുടെയും ഉടമസ്ഥനോട് പറയുക, അങ്ങയുടെ തേജസ് ഒന്ന് കാണിച്ചു തരണം. ഹല്ലേലൂയ. ആമേൻ. തേജസ് കാണിച്ചു തരണമെന്ന് അപേക്ഷിക്കുമ്പോ യഹോവ പറയുന്നു, എന്നെ മുഴുവനായി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ കാണാൻ അവനെ അനുവദിച്ചൊരു സമയമുണ്ട്. അവന്റെ ഒരു പാറയുടെ ഇടിവിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നറിയാം? ഒരു എന്റെ കൈ കൊണ്ട് അവനെ മറച്ചു. അങ്ങനെയെങ്കിൽ മറവിലാണെങ്കിൽ മാത്രമേ യഹോവയുടെ ആ സുരക്ഷിതത്വം നമുക്ക് പ്രാപിക്കുവാൻ കഴിയൂ. നമ്മളുടെ സുരക്ഷിതത്വം ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും വ്യക്തികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള ക്വാളിഫിക്കേഷനിലോ ആണെങ്കിൽ എന്താ പറയുന്നത്, ഈ ബെനിഫിറ്റ് അല്ലെങ്കിൽ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയാതെ പോകും. നമുക്ക് മുമ്പോട്ട് കടന്നു വരാം. 91-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവനിൽ വസിക്കുന്നവർ. 2-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ വസിക്കുകയും അവന്റെ മറവിൽ മറയുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അവനെ സങ്കേതം എന്ന് പറയാൻ കഴിയൂ. അവനിൽ മറയുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ അവൻ എന്റെ സങ്കേതം എന്ന് പറയാൻ കഴിയൂ. ഇന്ന് നമ്മൾ സങ്കേതം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവനെ എന്ത് ചെയ്യണം? A to Z നമ്മൾ അവനെ എന്ത് ചെയ്തിരിക്കണം? ആശ്രയിച്ചിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വസിക്കുക, ക്രിസ്തുവിന്റെ മറവിൽ മറയുക എന്നത് എങ്ങനെ സാധ്യമാകും? ഞാനൊരു ചോദ്യമാണ് നമ്മളോട് ഒരുമിച്ച് ചോദിക്കുന്നത്. പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. എന്നാലും
ഒരു ഇൻവോൾവ്മെന്റിന് വേണ്ടി മാത്രം ഞാൻ ചോദിക്കും, എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ കർത്താവിന്റെ നിഴലിലാണ്? സാജൻ പറയുന്നു അറിയാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒരു വേറൊരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, പോയിന്റ് എനിക്ക് മനസ്സിലായി പാസ്റ്റർ. അപ്പൊ ഈ മറവിലല്ല എല്ലാവരും അല്ലേ? നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ യഹോവയുടെ മറവിലാണെന്നുള്ളത്? ദൈവം നമ്മളെ നടത്തുന്നത് കാണുമ്പോൾ. പക്ഷെ മറു ചോദ്യം, എങ്ങനെ നമുക്കൊരു മറവിൽ എന്നും നിലനിൽക്കാൻ കഴിയും? എന്തൊക്കെ നമ്മൾ ചെയ്തിരിക്കണം? ഈ മറവിൽ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ജീവിതത്തിൽ മറവ് എന്നും നമുക്ക് ആ മറവ് ഉണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ച, നിങ്ങൾ ഇച്ഛിക്കുന്നത്, അതായത് ഒറ്റ വാക്യം മാത്രമേ ഇവിടെ പറയുന്നു, എന്റെ വചനം എന്തു ചെയ്യണം? നിങ്ങളിൽ വസിക്കണം. ഈ വചനം വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വചനം വസിക്കുക എന്ന് പറഞ്ഞാൽ വചനം എപ്പോഴാ വസിക്കുന്നത് ഹാജി ബ്രദറെ? വചനം വസിക്കണമെന്നുണ്ടെങ്കിൽ വചനം വായിക്കണം. വചനം വായിക്കാതെ ആരെങ്കിലും ഈ വാക്യത്തെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വചനം എനിക്കോ നിങ്ങൾക്കോ ആപ്ലിക്കബിൾ അല്ല. പണ്ട് ചെറുപ്പകാലത്തിൽ പഠിച്ച വാക്യങ്ങൾ ഉരുവിടുന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല കാര്യം, അത് ഉരുവിട്ട് നമുക്ക് ജയം പ്രാപിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇത് ചെയ്ത് ഒരു സങ്കീർത്തനത്തിന്റെ വാക്യം പറഞ്ഞ് അതിന്റെ ഒരു യഹൂദ ഒരു വീഡിയോ പ്രദർശിപ്പിച്ച് ഓർക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ വാക്യം മാത്രം പറഞ്ഞ ആ റിക്കവറി പ്രാപിച്ച ഒരു സ്ത്രീയെ പറ്റി നമ്മൾ ഒരു വീഡിയോ കണ്ടിരുന്നു. അത് സാധ്യമാണ്. പക്ഷേ ഒരു ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് മാത്രം പോരാ. നമ്മൾ വചനം വായിച്ച് ആ വചനത്തിൽ വസിക്കുക. 2, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:10, എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. എന്ത് ചെയ്യണം? എങ്ങനെ ആ നിഴലിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? 1, അവന്റെ വചനത്തിൽ നമ്മൾ വസിക്കുക. 2, അവന്റെ പ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുക. 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:7, വീണ്ടും ആ വാക്യം തന്നെ, ഒന്നൊരു വാക്യം, അതിനെ ഒന്നും ഞാൻ വളച്ചൊടിക്കുകയല്ല. അവിടെ നമുക്ക് പ്രാർത്ഥന എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാം. പിതാവിനോട് എപ്പോഴും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുക. എങ്ങനെ ബന്ധപ്പെടാൻ കഴിയും? വചനത്തിലൂടെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. പ്രാർത്ഥനയിലൂടെ യഹോവയുമായി നിങ്ങൾക്ക് കണക്ട് ആവാൻ കഴിയും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. ഇനി പ്രത്യേക സ്ഥലം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ പേഴ്സണൽ പ്രെയർ അത് റെക്കമെൻഡഡ് ആണ്, ചെയ്യാം, തീർച്ചയായും ചെയ്യാം, അത് ചെയ്യണം. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലം വേണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഒരു പേഴ്സണൽ പ്രെയർ നിങ്ങൾക്കാകാം, അതുണ്ടാകണം. ആ ബന്ധത്തെ നിങ്ങൾക്ക് കൂട്ടിയുറപ്പിക്കാൻ കഴിയും. അപ്പം 1, വചനം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവണം, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമുക്ക് എങ്ങനെയാ നിഴലിലും ആശ്രയത്തിലും ആകാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. വചനം വായിക്കണം, വചനത്തെ ഉരുവിടണം. 2, അവന്റെ കൽപ്പനകളും അവന്റെ പ്രമാണങ്ങളെയും ഫോളോ ചെയ്യുക. 3, എന്താ പറഞ്ഞേ? പ്രാർത്ഥനയിൽ അവനുമായി ബന്ധപ്പെടുക. 4, സ്നേഹത്തിൽ നിലനിൽക്കുക. 1 യോഹന്നാൻ 4:12-13. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആമേൻ. നാം അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം നമ്മളിൽ വസിക്കുന്നു. നാം നമ്മുടെ മറവിലാണെന്ന് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഇടയിൽ എന്തുണ്ടാവണം? ഇതൊരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല. ഈ സ്നേഹം ബൗണ്ടറിക്കുള്ളിൽ ആലി ചർച്ച്, റോയൽ പ്രീസ്റ്റ്ഹുഡ് ചർച്ചിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്നേഹബന്ധത്തെ അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ സ്നേഹം പുറത്തേക്ക് ഒഴുകണം. നമ്മുടെ സ്നേഹം പുറത്തേക്ക് പോകണം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ആ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അവർ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ആ സ്നേഹം നമ്മളിൽ ഉണ്ടാകണം. നമ്മളിൽ നിന്ന് ആ സ്നേഹം പൊട്ടിപ്പുറപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് പല അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, പല അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ കൈക്ക് വെള്ളയിൽ എത്തിയിട്ടും അതിനെ ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ടുള്ള എത്ര അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഒരു നിമിഷം ആ സ്നേഹപ്രകടനം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന പല അവസരങ്ങൾ എന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നടത്തുമ്പോൾ പറയുക, ഞാൻ യേശുവിന്റെ മറവിലാണെന്ന്. ഒരു മിനിറ്റ് നിൽക്കണേ. നമ്മൾ യേശുവിന്റെ മറവിലാണോ എന്ന് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കണം. ആ സ്നേഹം നമ്മളിൽ നിന്ന് ഒഴുകുന്നില്ലെങ്കിൽ, നമ്മൾ ബൗണ്ടറികൾ വെച്ചാണ് ആൾക്കാരെ സ്നേഹിക്കുന്നതെങ്കിൽ, നമ്മൾ നമ്മുടെ ഡിനോമിനേഷനുകൾ വെച്ചാണ് ആൾക്കാരെ ഇന്നലെ രാത്രി ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ പെന്തക്കോസ്ത് സമൂഹം എന്ന് പറഞ്ഞാൽ ഒറ്റ സമൂഹമേ പാടുള്ളായിരുന്നു. ഒറ്റ സമൂഹമേ പാടുള്ളായിരുന്നു. ഇന്നും സമൂഹം എന്തായി? അങ്ങ് പിള്ളേർ എന്താ ഒരു ഇതുണ്ടല്ലോ, പിള്ളേർ എന്തോ വളരും തോറും പിളർന്നുകൊണ്ടിരിക്കുക. വളരട്ടെ, നല്ല കാര്യം. പക്ഷെ ആ സ്നേഹമുണ്ടോ? ഇന്ന് രാവിലെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ വണ്ടി കയറാൻ വന്നപ്പോൾ ഞാൻ കുറേ അവർ വണ്ടി ഇന്ന് ആദ്യത്തെ കാണും. നമ്മുടെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എവിടെ പോകുന്നത്? IPC. ബൈബിൾ കണ്ടപ്പോൾ എവിടെ പോകുന്നത്? IPC ഇമ്മാനുവൽ. ഓക്കെ, ഞാൻ ചേട്ടൻ എവിടാ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ജോൺസൺ പാസ്റ്റർ. അതെ. പേരെന്താണ്? വിവേകിനെ അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് ഒത്തിരി ചർച്ചകളുണ്ട്. പക്ഷേ നമ്മുടെ ഇടയിൽ എന്തില്ല? നമ്മൾ ക്ലെയിം ചെയ്യുകയാണ്, ഞാൻ യേശുവിൻ്റെ മറവിലാണ്. ഞാൻ യേശുവിൻ്റെ മറവിലാണ്. സ്നേഹം ഒഴുകാത്തിടത്തോളം കാലം, നമ്മളിൽ നിന്ന് ദൈവം കാണിച്ചു തന്ന ആ സ്നേഹത്തിൻ്റെ ഒരംശമെങ്കിലും നമ്മളിൽ നിന്ന് ഒഴുകാത്തിടത്തോളം കാലം നമ്മുടെ മക്കളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കും, ഭാര്യയോട് നമ്മൾ സ്നേഹം പഠിപ്പിക്കും, നമ്മുടെ ഇവിടെയുള്ള ചർച്ചിലുള്ള കുറച്ച് ആൾക്കാരോടൊക്കെ നമ്മൾ ആത്മാർത്ഥമായ ഹൃദയം കണക്ട് ചെയ്ത് സ്നേഹം പ്രകടിപ്പിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തുണ്ടാവുമെന്നറിയാം? ഒരു റിസ്ട്രിക്ഷൻ ഉണ്ട്. എനിക്ക് അവിടെ വരെ എത്താൻ പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം അതല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പറയുന്നത് എന്താ വാക്യം പറയുന്നത്? ആ വാക്യം ഒന്നുകൂടെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിങ്ങൾ നിലനിന്നാൽ അവനിൽ വസിക്കുക എന്നുള്ളതാണ്. ആമേൻ, ഹല്ലേലൂയ. അഞ്ചാമത്തെ കാര്യം 15:5 യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-5 വാക്യം. ആമേൻ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് സ്വന്തമായി എഫേർട്ട് ഇട്ട് ജീവിതത്തെ സക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ക്രിസ്തുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ലോകത്തിൽ സക്സസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സക്സസ് ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷെ മറു സൈഡിൽ നമുക്ക് നഷ്ടമാകുന്ന വലിയൊരു എന്താ പറയുക, അതിനൊരു വാക്ക് ഞാൻ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നിമിഷം നമുക്ക് നഷ്ടമായി പോകും. കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ള നിത്യത നമുക്ക് നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആ സൈഡിൽ നിർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് നാൾ അവനിൽ കൂടെ അല്ലാതെ അവനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പാട്ടുകൾ മാത്രമല്ല പാടുക, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് കാണിക്കുകയും കൂടെ ചെയ്യണം. എനിക്ക് എൻ്റെ യഹോവ കൂടാതെ, ദൈവത്തിന്റെ സാന്നിധ്യം കൂടാതെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ നമുക്ക് ദൈവം പറഞ്ഞിട്ടുള്ള ചില പ്രവൃത്തികൾ ഈ ദേശത്ത് നമുക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. ആമേൻ. അവന്റെ അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാം. എങ്ങനെ നമുക്ക് ആ നിഴലിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും, ആ മറവിൽ എങ്ങനെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 15-2 വാക്യം. ഞാൻ ആ വാക്യം തന്നെയാണ് വായിക്കുന്നത്. ഓക്കെ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അവൻ എപ്പോഴും നമ്മളെ പണിതുകൊണ്ടേയിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ഞാൻ ഉൾപ്പെടെ എൻ്റെ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പരീക്ഷകളും ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മറവിലാണെന്ന് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന പണികൾ മാത്രമാണ്. നമ്മൾക്ക് ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുന്ന നമ്മളെ ഒന്നുകൂടെ ഫലം കായ്ക്കേണ്ടതിന്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മോശ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ആരുടെ നിഴലിലാണ്? അത്യുന്നതന്റെ മറവിൽ.
സർവശക്തന്റെ നിഴലിൻ കീഴിൽ അവൻ അഭയം പ്രാപിക്കുകയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഞാൻ വളരെ വേഗത്തിൽ അവസാനിപ്പിക്കാം. വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും ഓടെ നിൽക്കണമേ. എവ്രി വൺ, അതായത് ഹ്യൂമൻ ബീങ്സിന് എവ്രി വൺ ഹാവ് ദെയർ ഓൺ വീക്ക്നെസ്സസ്. അത് അറിയാവുന്നത് ഭാര്യയ്ക്ക് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? സത്യാന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ വീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? സത്യമായും അതറിയാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. ഒരേ ഒരാൾ പറയാൻ പറ്റത്തില്ല. വീക്ക്നെസ് അറിയുന്ന 2 പേര്. ദൈവത്തോടൊപ്പം തന്നെ ശത്രുവും അത് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ വീക്ക്നെസ് ദൈവത്തോടൊപ്പം തന്നെ ശത്രു അത് തിരിച്ചറിയുന്നുണ്ട്. സോ ശത്രു നമ്മളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ നമ്മുടെ വീക്ക് ഏരിയ മാത്രമാണ്. ശത്രു നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഏരിയയിൽ മാത്രമേ ടാർഗറ്റ് ചെയ്തുള്ളൂ. വേറെ ഒരിടത്ത് പോലും നമ്മളെ ടാർഗറ്റ് ചെയ്യത്തില്ല. വീണു പോകാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു നിർത്തും. വീണു പോകുമെന്ന് തിരിച്ചറിയുന്ന, അവൻ അസ്യൂം ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് ശത്രു നമ്മളെ കൊണ്ട് പുഷ് ചെയ്ത് നിർത്തും. അവിടെ നിന്ന് വീണു പോയിട്ട് ചിലവർ വീണു പോയാൽ പിന്നെ തിരിച്ചു വരവില്ല. പക്ഷേ ദാവീദൊക്കെ കണ്ടാൽ നമുക്ക് വളരെ എക്സാമ്പിളായിട്ട് എടുക്കാം. എത്ര പെട്ടെന്നാണ് ബൗൺസ് ബാക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമുക്കൊന്ന് ഈ സങ്കീർത്തനത്തിന്റെ അവസാനം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് അറിയാം ഫ്രണ്ട്സേ? എൻ്റെ രക്ഷയെ ഞാൻ അവന്. വീണു പോയിട്ട് ആരെങ്കിലും കരകയറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ കുഴിയിൽ കിടന്നിട്ട് എനിക്ക് കയറാൻ കഴിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രക്ഷയെ ഞാൻ അവന്. ഹല്ലേലൂയ. എൻ്റെ രക്ഷ അത് മാനവരാശിയുടേതാണ്, ഒരു വ്യക്തിയുടേതല്ല. ഈ ഒരു പെന്തക്കോസ്ത് സമൂഹങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഇത് രക്ഷ എന്ന് പറയുന്നത് ഇന്ന് മാർഷലിനുമുള്ളതാണ്. ആ രക്ഷ. ഹല്ലേലൂയ. എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ ഞാൻ എൻ്റെ അവസാന കൺക്ലൂഷൻ ഭാഗത്തിലേക്ക് ഞാൻ തുടർന്നുള്ള വാക്യങ്ങളൊന്നും ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ ഒരാൾക്ക് വായിക്കാം. ഞാൻ അതിനകത്ത് ഓരോ പിൻ പോയിന്റ് ചെയ്ത ഓരോ വാക്യം, ഓരോ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. വളരെ വേഗത്തിൽ ആ വാക്യങ്ങൾ വായിക്കാം. ആമേൻ. ആമേൻ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വീഴുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണിതന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ചു. മതി. നിങ്ങൾക്ക് ഈ വാക്യങ്ങൾ ക്ലെയിം ചെയ്യണമെങ്കിൽ, എനിക്ക് ഈ വാക്യങ്ങൾ ക്ലെയിം ചെയ്യണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ക്രൂശിന്റെ മറവിൽ, യേശുവിന്റെ മറവിൽ നമ്മൾ ഇന്ന് കടന്നു വരണം. ആ മറവിൽ മാത്രമേ ഈ വിഷയങ്ങളെ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. അവനിലാണോ നമ്മൾ വസിക്കുന്നത്? അവൻ എന്തൊക്കെ ചെയ്യും? അവൻ വിടുവിക്കും. ഞാൻ അത് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ എന്തു ചെയ്യും? സംരക്ഷിക്കും. അവൻ എന്തു ചെയ്യും? അവൻ എനിക്ക് ഉത്തരമരുളും. അവൻ എന്തു ചെയ്യും? എൻ്റെ കർത്താവ് എന്തു ചെയ്യും? കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. അവൻ എന്തു ചെയ്യും? ഞാൻ അവനെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ അവനെ പുറത്തു കൊണ്ടുവരും. അവൻ എന്തു ചെയ്യും? ഞാൻ അവനെ മഹത്വപ്പെടുത്തും. ഞാൻ അവന് ദീർഘായുസ് കൊടുക്കും. അനീഷ് കാവാലം പാസ്റ്റർ ഈ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുള്ള ഒരു വാക്യമാണ് ഈ പെടുമരണം എന്നുള്ള വാക്ക്. പുള്ളി ഉപയോഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ വാക്ക് ഏറ്റെടുത്ത് പോകേണ്ട കാര്യമില്ല. ഏത് സമയത്തും എപ്പോൾ മരിച്ചാലും എവിടെ മരിച്ചാലും അതൊരു പെടുമരണമല്ല. ദൈവത്തിന്റെ സമയം കഴിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. ഒരു പെടുമരണമാണോ എന്ന് അതിനെ നിർവചിക്കാൻ ഞാൻ അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാനുള്ളതല്ല. പക്ഷെ എൻ്റെ മനസ്സിലെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു പെടുമരണമായിട്ടല്ല. ദൈവം നിശ്ചയിച്ച സമയം അവസാനിച്ചു. പക്ഷെ നമുക്ക് ദീർഘായുസ് എവിടെ ഉള്ളതെന്നറിയാം?
കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ നിർവചനങ്ങൾ പോലും പറയാൻ നമുക്ക് പറ്റാതെ വരികയാണ്. നിർവചനങ്ങൾ പോലും പറയാൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. അവിടെ നമുക്ക് മരണമില്ല. അവിടെ നമുക്ക് മരണമില്ല. അവൻ അന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. ദീർഘായുസ്സും അനന്തമില്ലാത്ത ഒരു നാട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടുത്തെ ദീർഘായുസ് മാത്രം ലക്ഷ്യം വെച്ചാൽ മതി. ഇവിടെ ഒരു 60 or 68, ഇന്നലെ 2 ദിവസം മുമ്പാണ് എൻ്റെ പപ്പാടെ 25-ാം തീയതി പപ്പാടെ അടക്കം. 67 നല്ല ആരോഗ്യത്തിൽ അദ്ദേഹം കടന്നുപോയി. എനിക്ക് വളരെ ഉറപ്പുണ്ട്, ഒരു മകൻ എന്ന നിലയിൽ, ദൈവത്തിന് സ്ഥാനം എടുത്തല്ല പറയുന്നത്, പക്ഷെ മകൻ എന്ന നിലയിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹം നിത്യതയിലുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എൻകൗണ്ടർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അദ്ദേഹം പുറത്ത് കാണിച്ചിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് മാതൃകയുള്ള ജീവിതമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മാതൃക നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ കഴിയുമോ? ഈ മാതൃക കുഞ്ഞുങ്ങളിലേക്ക് പകരാൻ കഴിയുമോ? ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പപ്പ ഒരു ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ്. എപ്പോൾ വീട്ടിൽ കയറി വന്നാലും, രാവിലെ കയറ്റി വന്നാലും, ഇറങ്ങിപ്പോയാലും, വന്നാലും ഇരുന്നാലും പോയാലും, ഞാൻ ഒരിക്കൽ പോലും അദ്ദേഹം പ്രാർത്ഥിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എപ്പം ഏത് സമയത്തും ഒരു പൈസ എടുക്കാനായിട്ട് വീട്ടിൽ കയറി വന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു അവസരത്തിലാണെങ്കിൽ പോലും അദ്ദേഹം അവിടെ നിന്നും പ്രാർത്ഥിച്ചിട്ടേ മടങ്ങിപ്പോകാറ്. അതെന്നെ വല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതിനകത്തോട് ചേർന്ന് കുറേ കാര്യങ്ങളും, പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര വീക്കാണത് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷേ അദ്ദേഹം സാമ്പത്തിക ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ അച്ചട്ടായിട്ട് മുൻപോട്ട് പോകുന്ന ഒരാളായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ കുറച്ച് പുറകോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഞാൻ മടങ്ങി വരിക. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. ബോറടിച്ചാലും ഇല്ലേലും ഞാൻ വളരെ വേഗത്തിൽ നിർത്താം. ഓക്കെ, സോ അവൻ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? അവൻ നമ്മളെ മഹത്വപ്പെടും, ദീർഘായുസ് കൊണ്ട് നമുക്ക് തൃപ്തി വരുത്തും. ലാസ്റ്റ് പറഞ്ഞ വാക്യം എന്താണ്? എൻ്റെ രക്ഷയെ ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മുടെ ആ രക്ഷയുടെ ഭാഗത്തിലുള്ളവരല്ലേ? ആ രക്ഷയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടവരാണ് ഞാനും നിങ്ങളും, അല്ലേ? ആ പദ്ധതിയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു. ഇനിയും നമ്മുടെ ദൗത്യം എന്താണ്? എനിക്ക് രക്ഷ കിട്ടി, ബസ് ഞാനിവിടെ അങ്ങ് സെറ്റാവാൻ പോവാ. പക്ഷെ ഈ രക്ഷ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ, നമ്മുടെ ജീവിതത്തിൽ മോബിച്ചാന് ജീവിതത്തിൽ ഇവിടെ മോബിച്ചാൻ വേണ്ട, മൊത്തത്തിൽ ഇവിടെ ഇരിക്കുന്ന ഒരു 18 വയസ്സിന് മേളിലോട്ടുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ, അവർ പറയും, ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ആ ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചാൽ. ആർക്കെങ്കിലും ഇവിടെ പറയാതിരിക്കാൻ കഴിയുമോ ഞാൻ ആ ദൈവത്തിൻ്റെ കരം രുചിച്ചറിഞ്ഞിട്ടില്ല? ആർക്കെങ്കിലും പറയാതിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ദൈവം നിങ്ങളെ നടത്തിയത് നിങ്ങൾ പല സമയങ്ങളിലും നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ കൗണ്ട്ലെസ് ടൈം. ആമേൻ. അങ്ങനെയെങ്കിൽ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒരു സുപ്രധാനമായ ഒരു വാക്യം, സുപ്രധാനമെന്ന് എനിക്ക് തോന്നിയൊരു വാക്യം. എന്താ കാണുന്നത് അവിടെ? ഓക്കെ, ദേശത്തിലെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന് അവരെ സെറ്റ് ചെയ്ത് ആ ദേശത്തിലെ വിളവ് അവരെടുത്തു തുടങ്ങി, അത് കൊണ്ട് ഉപജീവനം കഴിച്ചു തുടങ്ങിയപ്പോൾ അവർക്ക് പുറകിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന മന്നയെ എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായേ? നിങ്ങളുടെ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഒരു വാതിൽ, ഇപ്പം ജോലിയൊക്കെ നോക്കി വലിയ സ്ട്രഗിൾ അടിച്ചിരിക്കും ആൾക്കാരെ, ഞാൻ ഉൾപ്പെടെ, അയ്യോ എന്താവും, എവിടെ പോകും, എവിടെ ജീവിക്കും? പക്ഷെ ഒരു വാതിൽ ദൈവം നമ്മുടെ മുമ്പിൽ അടയ്ക്കുമ്പോൾ, ഒരു മറുവാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കാതെ ദൈവം ഒരു വാതിൽ അടയ്ക്കത്തില്ല. നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ദൈവത്തെ അല്ല നിങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു ബിസിനസ്സിൽ നമ്മുടെ വാതിൽ അടഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കായി നിൽക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ വിചാരിക്കും എന്റെ മുമ്പിൽ ഇനിയും ഒരു വാതിലും തുറന്നു കിടപ്പില്ലെന്ന്. അല്ല, നമ്മുടെ മുമ്പിൽ മറ്റൊരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. മന്ന നിന്നുപോയി. എപ്പോഴാ? അനുഭവിച്ച് തുടങ്ങിയതിന് ശേഷം. നിങ്ങൾക്കത് വളരെ പ്രചോദനം തരുന്നൊരു വാക്കായിട്ട് തോന്നുന്നില്ലേ? യെസ്, എനിക്ക് ഭയങ്കര സ്ട്രൈക്ക്. ഞാൻ വായിച്ചിട്ട് എനിക്ക് മുമ്പ് വായിച്ചപ്പോൾ കിട്ടാത്തൊരു സാധനമാണ് ഞാൻ ഈ പ്രാവശ്യം അണ്ടർലൈൻ ചെയ്തത്. നിങ്ങൾക്ക് വിളവ് അനുഭവിച്ചു,
മന്ന നിന്നുപോയി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ വിളിച്ചിറക്കിയിട്ട് വഴിയുടെ ഏതെങ്കിലും കോണിൽ ഇവിടുന്ന് നീ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്ത് അവിടെ വന്നാൽ മതിയെന്ന് അജിബ്രദ അത് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവമല്ല നമ്മുടെ കൈ പിടിച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് എവിടെ വരെ കൊണ്ടെത്തിക്കും? ആമേൻ. ഹല്ലേലൂയ. ആ 91 അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. നമ്മൾ അവൻ്റെ രക്ഷയുടെ പദ്ധതിയിലുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ആ പദ്ധതിയിൽ നിന്ന് നമ്മുടെ പദ്ധതിയെ തിരിച്ചറിയുക. നമ്മൾക്ക് എന്താണ് റോളുള്ളത്? ആ നിഴലിലും ആ മറവിലും നമ്മൾ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ വാക്യങ്ങളാണ് ഇവിടെ നിന്ന് വായിച്ചത്. ഇതൊരു ഭയം ഒഴിവാക്കാൻ വായിക്കുന്ന വാക്യങ്ങളല്ല. ഇത് നമ്മുടെ അവകാശങ്ങളാണ്. എപ്പോൾ അവകാശങ്ങളാകും? ദൈവത്തിൻ്റെ മറവിലും അവൻ്റെ കീഴിലും നമ്മൾ വസിക്കുമ്പോൾ മാത്രം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.